നമസ്കാരം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. നമ്മൾ കുക്കുംബർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും പതിവായിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് കുക്കുംബർ. അപ്പോൾ ഈ കുക്കുംബർ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ ചില സമയത്ത് നമ്മളിത് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുക്കുംബർ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. അപ്പോൾ അത് ആർക്കൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് വേഗത്തിലൊന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ കുക്കുംബറിൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ കുക്കുംബറിലുള്ള കാര്യം അതൊരു 95% കുക്കുംബർ എന്ന് വെച്ചാൽ നമ്മുടെ കക്കിരിക്ക കേട്ടോ, അതിലുള്ളത് വെള്ളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചൂട് കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സമയത്ത് ഈ കുക്കുംബർ അരിഞ്ഞിട്ട് സാലഡായിട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് എത്തുന്ന വഴിയും ഇതിലെ വൈറ്റമിൻസും ഒക്കെ കാരണം തന്നെ പല അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് വളരെ സേഫായിട്ട്, അതായത് ഷുഗർ, കൊളസ്ട്രോള്, പ്രഷറൊക്കെ ഉള്ളവർക്ക് പലതും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുക, തൈറോയിഡ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്. പക്ഷെ കുക്കുംബർ വളരെ സേഫായിട്ട് എല്ലാ ആൾക്കാർക്കും അതുകൊണ്ട് കഴിക്കാമെന്നും പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ചില സമയത്ത് നമ്മളത് കഴിക്കാതിരിക്കുക. ഉദാഹരണത്തിന് വളരെ കുറച്ച് ആൾക്കാരില്ലെങ്കിലും ഈ കുക്കുംബർ കഴിക്കുമ്പോൾ അലർജിക്കായിട്ട് കാണാറുണ്ട്. അതായത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് നമ്മൾ ഈ കുക്കുംബർ കഴിക്കും, ചുമയൊക്കെ വന്നിട്ട് മറ്റേ മാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ചുമയുടെ സമയത്ത് നമ്മൾ ഈ കുക്കുംബർ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെയും ചുമ വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതായത് വിട്ടുമാറാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ തരത്തിലുള്ള അലർജിക്കാണ് ഈ കുക്കുംബറിന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുക്കുംബർ കഴിക്കാതിരിക്കുക. അതായത് അവരുടെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറി ക്ലിയർ ആയിട്ട് മാത്രം കുക്കുംബർ കഴിക്കുക. അതിപ്പോൾ ചുമയുടെ കേസിൽ മാത്രമല്ല, പൊതുവേ ഈ കുക്കുംബർ ശരീരത്തിന് തണുപ്പാണ്. എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതിൽ ജലാംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ആ തണുപ്പ് ആവശ്യമില്ലാത്തൊരു സന്ദർഭത്തിൽ നമ്മൾ തണുപ്പ് അധികമായിട്ട് നമ്മൾ ബോഡിയിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ഇപ്പോൾ ചില വാതരോഗികളിൽ എപ്പോഴും അവർക്ക് ഭയങ്കര ദേഹവും ശരീരമൊക്കെ തണുപ്പ് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുക്കുംബർ അധികം കഴിക്കാതിരിക്കുക. അപ്പോൾ പ്രായമായ ആൾക്കാരല്ലേ, വാതരോഗങ്ങൾ ഉള്ള ആൾക്കാർക്കൊക്കെ ശരീരത്തിന് തണുപ്പാണ്. അതുകൊണ്ട് തന്നെ കുക്കുംബർ കഴിക്കുക അങ്ങനെ എന്താ പറയുക, പതിവായിട്ട് കഴിക്കുന്ന ആ ഒരു ശീലം വേണ്ട. നിർബന്ധമെങ്കിൽ ചെറിയ എമൗണ്ടിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാമെന്ന് മാത്രം. അതുപോലെ തന്നെ നമുക്ക് പനിയുള്ള സമയത്ത്, അല്ലെങ്കിൽ കഫക്കെട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ചുമയൊക്കെ ഉള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ കുക്കുംബർ നമ്മൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശരീരപ്രകൃതി നോക്കണം. അതായത് നമ്മളെ ശരീരം പൊതുവേ തണുപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുക്കുംബർ അത്ര നല്ലതല്ല. അതേസമയം നമ്മുടെ ശരീരം എപ്പോഴും ഭയങ്കര ചൂടാണ്, നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കുക്കുംബർ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും കാണാറില്ല. അപ്പം ഇത്തരം ആൾക്കാർ, ഇതുപോലെ നേരത്തെ പറഞ്ഞ ആൾക്കാർ, ഇത്തരത്തിൽ വാദസംബന്ധമായിട്ടുള്ള ഭയങ്കര അസുഖമുള്ളവർ, ചുമയുള്ളവർ, മാറാതെ നിൽക്കുന്ന ചുമയുള്ളവർ, ശ്വാസമുട്ടലുള്ളവർ, അതുപോലെ തന്നെ പനി വന്നിട്ടുള്ള നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർ, അലർജിക്കായിട്ടുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുക്കുംബർ ഒഴിവാക്കുമായിരിക്കും. തൽക്കാലത്തേക്കെങ്കിലും അവരുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഒഴിവാക്കേണ്ട ഒരാൾക്കാരാണ് ഇറിറ്റബിൾ ബവലുള്ള ആൾക്കാർ. അതായത് IBS എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് ഇത്തരക്കാർക്ക് നമുക്ക് ചില ആഹാരങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ ബാത്റൂമിൽ പോകണം തോന്നുക, ഒരു വയറ്റിൽ പെട്ടെന്ന് തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുക, ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, വയറ് വേദനിക്കുക, അല്ലെങ്കിൽ വേറെ ആഹാരങ്ങൾക്ക് കഴിക്കുമ്പോഴായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോവുക, ഒരു ദിവസത്തിന് തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കും കുറേ ആൾക്കാർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കുക്കുംബർ കഴിക്കുമ്പോൾ അത്ര നല്ലൊരു ഇതല്ല തോന്നുന്നതെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും കുക്കുംബർ ഒഴിവാക്കായിരിക്കും നല്ലത്. അപ്പം ഇത്രയും ആൾക്കാർ കുക്കുംബർ മാറ്റി നിർത്തുന്നതായിരിക്കും അവരുടെ ഹെൽത്തിന് നല്ലത്. എന്നാൽ ബാക്കി എല്ലാവർക്കും ധാരാളമായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെയിലി കുക്കുംബർ കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ കഴിക്കുക. പിന്നെ എന്തും അധികം ആവണ്ടല്ലോ, ചെറിയ അളവിൽ നമ്മൾ കഴിക്കുന്ന മാതിരിയല്ല ഇതൊരു കുറേ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കുറേ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേണ്ട, എല്ലാം മിതമായിട്ടുള്ള രീതിയിൽ കഴിച്ചാൽ മാത്രം മതിയായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല വൃത്തിയായിട്ട് കഴുകണം. കുറച്ച് ഉപ്പിട്ടുള്ള വെള്ളത്തിലൊക്കെ, കാരണം ഇത് എന്തായാലും മരുന്നടിച്ചിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഉപ്പിട്ടുള്ള വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയായതിന് ശേഷം ഇത് കഴിക്കുകയായിരിക്കും. പറ്റണമെങ്കിൽ അതിൻ്റെ തോല് കളഞ്ഞിട്ട് കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുക്കുംബർ ആരൊക്കെ കഴിക്കണം, ആരൊക്കെ കഴിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും എല്ലാവർക്കും നന്ദി.